ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. ദുരന്ത പ്രതിരോധത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഏകോപനവും ശക്തിപ്പെടുത്തേണ്ടത് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യ സമ്മേളനം 2025 CDRIയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസ്വര രാജ്യങ്ങൾക്ക് ധനസഹായം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇതിൽ വികസ്വര ദ്വീപ് രാജ്യങ്ങൾ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UK സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ അഭിനന്ദിച്ച ശ്രീ മോദി അടുത്തിടെ സമാപിച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയതായും സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ കർഷക കാർഷിക അഭിവൃദ്ധിക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി മെച്ചപ്പെടുത്തൽ, കർഷകരെ സമ്പന്നരാക്കൽ എന്നിവയെ ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ വികസനം. മധ്യപ്രദേശിലെ സെഹോറിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 51 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കും കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം ഈ മാസം 13 വരെ ഫ്രാൻസിലെ തീരദേശ നഗരമായ നീസിൽ നടക്കും. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഉന്നതതല പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. സുസ്ഥിര സമുദ്ര ഭരണത്തെക്കുറിച്ചും ലോക സമുദ്രങ്ങളുടെ ആരോഗ്യത്തിനായുള്ള നടപടികളെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. തെറ്റായ വ്യാപാര രീതികളും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഡാർക്ക് പാറ്റേണും ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വിഷയത്തിൽ എല്ലാ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും 3 മാസത്തിനുള്ളിൽ സ്വയം പരിശോധന നടത്തണമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഡാർക്ക് പാറ്റേണുമായി ബന്ധപ്പെട്ട നിയമം പാലിക്കാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസും നൽകി. ത്യാഗത്തിന്റെ സ്മരണ ഉണർത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികൾ ഈദ് നമസ്കാരം നടത്തി. സംസ്ഥാനത്ത് മഴ മാറി നിന്നതിനാൽ ഇത്തവണത്തെ ബലിപെരുന്നാൾ വിപുലമായി വിശ്വാസികൾ ആഘോഷിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. ബലിപെരുന്നാൾ ദിനമായ ഇന്ന് മുന്നണികൾ പരസ്യപ്രചാരണം ഒഴിവാക്കിയിരുന്നു. 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-നാണ്. തായ്വാൻ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ആദ്യ ദിനം 4 സ്വർണം നേടി മികച്ച തുടക്കം കുറിച്ച് ഇന്ത്യ. ആദ്യ ദിവസമായ ഇന്ന് വനിതകളുടെ 1500 മീറ്റർ, പുരുഷന്മാരുടെ ട്രിപ്പിൾ ജംപ്, വനിതകളുടെ 100 മീറ്റർ ഹേർഡിൽസ്, പുരുഷന്മാരുടെ 110 മീറ്റർ ഹേർഡിൽസ് എന്നീ ഇനങ്ങളിലാണ് ഇന്ത്യ സ്വർണം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം അരീന സബലങ്കയും 2-ാം സീഡ് കൊക്കോ ഗൌഫും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ഇതാദ്യമായാണ് സബലങ്ക ഫ്രഞ്ച് ഓപ്പണിന്റെ ഫൈനലിലെത്തുന്നത്. കൊക്കോയുടെ 2-ാം ഫൈനലാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിനറും സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും നാളെ ഏറ്റുമുട്ടും. പരിസ്ഥിതി സംരക്ഷണവും സമഗ്ര വളർച്ചയും ഒരുമിക്കുന്ന വികസന മാതൃകയാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ പിന്തുടരുന്നതെന്ന് കേന്ദ്ര സർക്കാർ. നദികളുടെ പുനരുജ്ജീവനം, ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം, ഹരിത അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിലൂടെ കരുതലോടെയുള്ള സംരക്ഷണത്തിന് രാജ്യം ശക്തമായ പ്രതിബദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത്. നമാമി ഗംഗെ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ഏക് പേഡ് മാ കെ നാം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംഗീത ലോകത്തിന് വിലമതിക്കാനാകാത്ത സംഭാവന നൽകിയ സംഗീതജ്ഞൻ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വെച്ചൂർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ സംഗീതജ്ഞൻ കുമാര കേരളവർമ്മ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 156 പേരെ അറസ്റ്റ് ചെയ്തു. 146 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ലഹരി ഉപയോഗവും വിൽപ്പനയും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂം നമ്പറായ 9492927797 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നാളെ തുടക്കമാകും. നാളെ രാത്രി സ്വയംഭൂവിൽ നെയ്യഭിഷേകത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.